ഇതിനു മുമ്പ് തന്നെ ജഡ്ജിനോട് പറഞ്ഞ് ചീറ്റിംഗ് കേസിന് കാർത്തികയെ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറി വരില്ലായിരുന്നു. കാർത്തിക സംസാരിച്ചത് നീ ഇത് കാര്യമൊക്കെ എടുക്കണ്ട നന്ദിനി. അവള് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ. ആരോ എന്തോ പറഞ്ഞോന്ന് വെച്ച് നീ എന്തിനാ വിഷമിക്കുന്നത് നന്ദിനി? തെരുവിൽ നായ കുറച്ചൊന്ന് വിചാരിച്ചാ മതി. ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിന്നെ നന്നായിട്ട് അറിയാം നന്ദിനി. വിഷമിക്കാതിരിക്കെ. എടുത്തി നന്ദിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ടോ. വാ നന്ദിനി. കാർത്തികയും അംബികാദേവിയും വീണ്ടും വീണ്ടും വീട്ടിൽ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ഏട്ടാ. എനിക്ക് തോന്നുന്നത് അവരിനി തിരിച്ചു വരില്ലെന്നാണ്. വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കപ്പം ആലോചിക്കാം. ഇനി എന്താ ആലോചിക്കാനുള്ളത് അബി? അയ്യോ പാവം എന്ന് വിചാരിച്ച് സഹതപിച്ച നമ്മുടെ മാനോ പോകുന്നത്. ഇനി ഇങ്ങോട്ട് വന്നാ ജയിലയക്കണം. ശരിയാ ബി, തെറ്റ് ചെയ്തവർ ജയിലിൽ തന്നെ പോകണം. അല്ലാതെ പറ്റിച്ചിട്ട് വീണ്ടും വന്ന് നമ്മൾ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഈ മനുഷ്യന്മാരെല്ലാം എങ്ങനെയാ ചേട്ടാ? കൂട്ടായിരിക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല. എതിർത്ത് സംസാരിച്ച അപ്പ ശത്രുവാവും. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. നീ എന്നും ഉണ്ണിയുടെ അടുത്തല്ലേ സാധാരണ ഇരിക്കാറ്? ഇന്നെന്തിനാ നീ എൻ്റെ അടുത്തിരിക്കുന്നേ? അവനും ഞാനും ഇന്നലെ വഴക്കായിട്ട് പിണങ്ങി. ഇന്നലെ പോയം പഠിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിരുന്നില്ലേ? നീ അത് പഠിച്ചോ? ഇല്ല. അപ്പം മെസ്സിന്ന് പണിഷ്മെന്റ് തരുമല്ലോ. അപ്പം നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നോ? ഇത് കണ്ടില്ലേ, ഞാൻ ഈ ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് അങ്ങ് ഇടും. എന്നിട്ട് ഡെസ്കിൽ ബുക്ക് തുറന്നു വയ്ക്കും. പിന്നെ തുറന്നു വെച്ച ബുക്ക് നോക്കിയിട്ട് മിസ് പറഞ്ഞ പോയം ഞാൻ പറയും. നീ സൂപ്പറാടാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു ടീച്ചർ. ഇന്നലെ പോയം പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. എല്ലാവരും പഠിച്ചോ? പഠിച്ചു ടീച്ചർ. ഉണ്ണി, ഇന്നലെ പഠിപ്പിച്ച പോയം ചൊല്ലിക്കേ. മലയാള നാടേ നിൻ മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ. വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമലശ്രീ നിത്യം പുലർന്ന വീടേ. വെരി ഗുഡ്. സിറ്റ് ഡൗൺ. വിവേക്, നീ ചൊല്ലിക്കേ. മലയാള നാടേ നിൻ മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ. വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമലശ്രീ നിത്യം പുലർന്ന വീടേ. ഗുഡ്. സിറ്റ് ഡൗൺ. കിട്ടു, സ്റ്റാൻഡ് അപ്പ്. ഇന്നലെ പഠിപ്പിച്ച പോയം പഠിച്ചോ? ആ, ഞാൻ പഠിച്ചു മിസ്. എന്നാ ചൊല്ലിക്കേ. എന്തിനാ നിനക്ക് കണ്ണാടി? എനിക്ക് കണ്ണ് നല്ല വേദനയാ മിസ്. ശരി, ചൊല്ലിക്കേ. മാഡം, മാഡത്തിന് പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട്. ദാ വരുന്നു. ഓക്കെ മാഡം. ഉണ്ണി, മിസ്, നീ എല്ലാവരെയും കൊണ്ട് പോയം പറയിപ്പിക്കേ. ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവരെ ബെഞ്ചിന്റെ പുറത്ത് നിർത്ത്. ഓക്കെ മിസ്. പോയം പറയൂ ചേട്ടാ. എന്റെ മുഖത്ത് നോക്കി പറയേ. എടാ, എന്റെ ബുക്കിംഗ് ഇതാടാ. ചേട്ടന് കണ്ണുവേദനയൊന്നുമില്ല. വെറുതെ കണ്ണാടി വെച്ച് ബുക്കിൽ നോക്കി പോയം പറയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കാതെ പറയേ. നീ ബുക്ക് തരുന്നുണ്ടോ ഇല്ലയോ? തരില്ല. ഞാൻ പഠിച്ചില്ല. എങ്കിൽ ബെഞ്ചിൽ കയറി നിക്ക്. അതൊന്നും എനിക്ക് പറ്റില്ല. മിസ് വന്നാ പണിഷ്മെന്റ് തരും ചേട്ടാ. കയറി നിക്ക്. നീ പറഞ്ഞെന്ന് വെച്ച് ഞാൻ കയറി നിൽക്കണോ? ആര് വന്ന് പറഞ്ഞാലും ഞാൻ ബെഞ്ചിൽ കയറി നിൽക്കില്ല. എന്താ ഉണ്ണി കാര്യം? കിട്ടു പോയം പറയുന്നില്ല മിസ്. അതുമാത്രമല്ല, കണ്ണുവേദനയാണെന്ന് കള്ളം പറയുന്നു. സ്പെക്സ് വെച്ചിട്ട് ഈ ബുക്കിൽ നോക്കി പോയം പറയാൻ നോക്കുമായിരുന്നു. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും കള്ളത്തരോ? നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? കേറിക്കേ, ബെഞ്ചിന്റെ പുറത്ത് നിക്ക്. ഞാൻ നിൽക്കില്ല. എന്താടാ തർക്കുത്തരം പറയുന്നേ? ബെഞ്ചിന്റെ പുറത്ത് കയറിയില്ലെങ്കിൽ ഇന്നലത്തെ പോലെ മുട്ടിൽ നിർത്തും. സ്റ്റാൻഡ് അപ്പ്.
സൈലൻസ്. ഇന്ന് ക്ലാസ് കഴിയുന്നവർ അങ്ങനെ തന്നെ നിക്ക്. ഇരുന്ന് കഴിഞ്ഞാ നല്ല തല്ല് കിട്ടും നിനക്ക്. ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് പദ്യം ചൊല്ലിക്കേ. ഉണ്ണി വന്നിരിക്കേ. ബാക്കി എല്ലാവരും ഓരോരുത്തരായി പദ്യം ചൊല്ലിക്കേ. മലയാള നാടേ നിൻ മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ, വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ. ഗുഡ്. സിറ്റ് ഡൗൺ. എന്താ അമ്മേ, എന്താ വിഷമിച്ചിരിക്കുന്നത്? നടന്നതെല്ലാം മറന്നേക്ക്. അഖിൽ നമുക്കൊരു പുതിയ ജീവിതം കൊടുക്കാം. ആ പുതിയ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച എനിക്ക് വിഷമം അബി. കാർത്തിക അഖിലിന്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാ അവള് വീണ്ടും വന്ന് അഖിലിനെ നിരുത്സാഹപ്പെടുത്തിയത്. അഖിൽ ജോലിക്ക് വരേണ്ട ആവശ്യം എന്താ അമ്മ ഇപ്പോൾ ഉള്ളേ? ഞാനും അബി ഉണ്ടല്ലോ. അഖിൽ ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും അവനിവിടെ ഒരു കുറവും ഉണ്ടാവില്ല അമ്മേ. ഞങ്ങളുടെ മകനെ പോലെ അവനെ നോക്കും. നിങ്ങൾ അങ്ങനെ നോക്കിയത് കൊണ്ടാ അഖിൽ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് വസു. പക്ഷെ ഒരു ജോലിയും ചെയ്യാതെ അഖിൽ എത്ര നാൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കും? അവനെ വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും വേണോ അമ്മേ. ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് അഖിലിനെ കല്യാണം കഴിപ്പിക്കണം. അഖിലിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, അഖിലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണം. ആ കാര്യത്തില് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അഖിലിന് വേണ്ടി ഏതോ ഒരു പെൺകുട്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി എവിടെ ഉണ്ടെങ്കിലും അവളെ കണ്ടുപിടിച്ച് അഖിലിന്റെ കല്യാണം കഴിച്ച് കൊടുക്കാമേ. നിങ്ങളൊക്കെ അഖിലിന്റെ രണ്ടാം കല്യാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അഖിലിന് ഒരു രണ്ടാം കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. എനിക്ക് ആഗ്രഹമുണ്ട്. അവളെന്നെ ചലഞ്ച് ചെയ്ത് പോയിരിക്കുകയല്ലേ, അതിനുവേണ്ടിയെങ്കിലും ഞാനൊരു കല്യാണം കഴിച്ചിരിക്കും. അങ്ങനെയല്ലടാ, നിനക്ക് വിവാഹമോചനം ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ പെട്ടെന്നൊരു രണ്ടാം കല്യാണം ആരെന്ത് വിചാരിച്ച എനിക്കെന്താ? അവളെക്കാളും നല്ലൊരു പെണ്ണിനെ, എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ, എന്നെ നന്നായി നോക്കുന്ന ഒരാളെ, അങ്ങനെ ഒരു പെൺകുട്ടി ആരാണെങ്കിലും ഞാൻ അവളെ വിവാഹം കഴിക്കും. അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നീ കാർത്തിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്? അത്ര പെട്ടെന്ന് നീ അവളെ മറക്കുവോ? പാവം, അവള് നിന്നെ സ്നേഹിച്ചതല്ലേടാ. മതി നിർത്തേട്ടത്തി, അവളുടെ പേര് പോലും ഈ വീട്ടിൽ പറയരുത്. അതായത് പ്രണയം അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോവില്ലല്ലോ എടുത്തി. കോടതി ഡിവോഴ്സ് കൊടുക്കുമ്പോ മനുഷ്യര് വേർപിരിയാന്നല്ലാതെ മനസ്സൊരിക്കലും വേർപിരിയില്ലല്ലോ. മനസ്സ് വെറുത്തു പോയതിനു ശേഷമാ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തത്. പ്രണയം എന്ന് പറയുമ്പോ അത്ര എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ലല്ലോ അഖിലേ. നിന്റെ മനസ്സ് വെറുത്തിട്ടുണ്ടാവാം, പക്ഷെ കാർത്തിക് എപ്പോഴും നിന്നെ പ്രണയിക്കുന്നുണ്ടാവില്ലേ? നിന്റെ കൂടെ ജീവിക്കാൻ അവൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും. ഈശ്വരനൊന്ന് കനിഞ്ഞ നിങ്ങളെ വീണ്ടും ഒന്നിച്ചെന്നും വരാം. നീ എടുത്തു ചാടി ഒരു രണ്ടാം കല്യാണം കഴിച്ച് കാർത്തികയോട് എന്തിനാ ദ്രോഹം ചെയ്യുന്നേ? ഇത്രയൊക്കെ നടന്നിട്ടും വീണ്ടും ഏട്ടത്തി അവളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ?
വല്യമ്മേ, കുഞ്ഞമ്മയ്ക്ക് അഖിലിനേക്കാൾ കാർത്തിയോടാ ഇഷ്ടം കൂടുതല്. നിന്നെ ഇനി അവളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളും അവളുടെ കൂടെ പുറത്തു പോയിക്കോ. വല്യമ്മ പറഞ്ഞത് കേട്ടില്ലേ? കുഞ്ഞമ്മ പോയിക്കോ, പുറത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങോട്ട് വരാൻ. കുഞ്ഞമ്മ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ദമയന്തി വിടങ്ങോട്ട്. കാർത്തികയുടെ കാര്യം ഇനി ഇവിടെ ആരും സംസാരിക്കണ്ട. അവളിനി തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നതും അഖിലിനോടൊപ്പം ജീവിക്കുന്നതും നടക്കില്ല. ദയവ് ചെയ്ത് അവളുടെ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നേക്ക്. ഇവര് മാറില്ല ചേട്ടാ. നായുടെ വാല് നിവർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ ഇവര് പിന്നെയും കാർത്തിയെ പറ്റി തന്നെ സംസാരിക്കും. ഇപ്പോഴേ പുറത്താക്കുന്നതാ നല്ലത്. ഇങ്ങോട്ട് വാ കുഞ്ഞമ്മേ, വരാനാ പറഞ്ഞത്. അവര് പ്രണയിച്ച് കല്യാണം കഴിച്ച കാര്യത്തിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ അതിനെ കുറിച്ച് ഇനി ഞാനൊരു അക്ഷരം മിണ്ടില്ല. അഖിലെന്റെ ഏട്ടന്റെ മകനാ. അല്ല, ആ പെണ്ണൻ തന്നെ മോളാണോ? അവളെ ഓർത്ത് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ അവളെ മറന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. നിങ്ങളും അങ്ങ് മറന്നേക്ക്. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ മുന്നിൽ കൂടി സന്തോഷമായി നടക്കും. ഇനിയെങ്കിലും നല്ലൊരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കാനിയാ. നിന്റെ ജീവിതം നല്ലതായിരിക്കണം. ഉറപ്പായിട്ടും നല്ലതായിരിക്കും. ഇത്തവണ അഖിലിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പെണ്ണ് എന്നെക്കാളും ഭാവനേച്ചേക്കാളും നല്ലൊരു പെണ്ണ് തന്നെ ആയിരിക്കും. എന്നെ ഏട്ടന്റെ ലൈഫ് പാർട്ട്ണർ ആക്കോ? അയ്യോ, ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇപ്പൊ തുടങ്ങിയതല്ല, മുറപ്പെണ്ണായ എനിക്ക് ഒരുപാട് നാളായിട്ട് ഇഷ്ടാ. ഏട്ടനും കാർത്തിയും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞ നിമിഷം എനിക്ക് ഒരുപാട് വിഷമമായതാ. ഏട്ടന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഇഷ്ടത്തെ എന്റെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചു. ഇപ്പോഴും എനിക്ക് അഖിലേട്ടനെ ഒരുപാട് ഇഷ്ടാ. എനിക്കൊരു അവസരം താകിലേട്ടാ. എന്റെ ജീവന് തുല്യമായി ഞാൻ സ്നേഹിച്ചോളാം. എടി ഭയങ്കരി, എന്റെ അനിയന്റെ മേലാണോ നിന്റെ കണ്ണ്? അല്ലെങ്കിൽ തന്നെ നിന്റെ ചേച്ചി മൂത്ത മരുമോളായി വന്ന് ഇവിടെ അധികാരം കാണിക്ക. ഇനി നീയും കൂടെ ചെറിയ മരുമോളായി ഇവിടെ വന്നാൽ ചേച്ചിയും അനിയത്തും കൂടെ ചേർന്ന് എന്നെ പോലുള്ളവർ ഇവിടെ നിർത്തോ? ഞാൻ എന്തു പറഞ്ഞാലും സമാധാനത്തോടെ കേൾക്കുന്ന വസുചേച്ചിയെ പോലെ അല്ല ഇവര്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവള് ഈ വീട്ടിന്റെ മരുമകളാകാതെ നോക്കണം. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. ഓക്കെ ചിൽഡ്രൻസ്, എല്ലാവരും ഭക്ഷണം കഴിച്ചോളൂ. ദേ കിട്ടു, നീ അവിടെ ഇരിക്കേ. ഇരിക്കവിടെ. നിന്നോട് എത്ര തവണ പറയണം? ഇരിക്കേ. നാളെ മുതൽ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഡാ കിട്ടു, നീ എക്സാമിന് ജയിച്ചില്ലെന്ന് വെക്കേ, നീ ഇതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. നോക്കിക്കോ. എടാ ഉണ്ണി, നീ കാരണമല്ല ഞാൻ ബെഞ്ചിൽ കയറി നിന്നത്. നീ എങ്ങനെ ലഞ്ച് കഴിക്കും നമുക്ക് നോക്കാം. ഇന്ന് നീ പട്ടിണി കിടക്കും.
പട്ടിണി കിടക്കണ ഉണ്ണി. നീ കാരണം എൻ്റെ കാല് വേദനിച്ചു. ഞാൻ കാരണം ഇന്ന് നിന്റെ വയറ് വേദനിക്കും. ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? വാ ഏട്ടാ, ലഞ്ച് കഴിക്കാം. ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? ഞങ്ങളുടെ കൂടെ ചേർന്നല്ലേ ചേട്ടൻ കഴിക്കുക. ഇന്നെന്താ ചേട്ടൻ തനിയെ ഇരുന്ന് കഴിച്ചോ? വിശപ്പ് കാരണം കഴിച്ചതാനോ? ചേട്ടൻ കള്ളം പറയാന്ന് മനസ്സിലായി. ചേട്ടന്റെ ഭക്ഷണം താഴെ വീണ് കിടക്ക. അയ്യോ ഏട്ടാ, അപ്പൊ ഏട്ടൻ കഴിച്ചില്ലേ? ആ, ഞാൻ കഴിച്ചു. കഴിച്ചോണ്ടിരുന്നപ്പോ കുറച്ച് താഴെ വീണതാ. വീണ്ടും ഏട്ടൻ കള്ളം പറയാൻ ശ്രമിക്കരുത്. ഏട്ടൻ കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ചേട്ടന്റെ ലഞ്ചില്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ ഈ ലഞ്ച് ഉണ്ടല്ലോ. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കഴിക്കേട്ടാ, നിങ്ങൾ കഴിക്കേ. ഏട്ടൻ കഴിക്കാതെ ഞങ്ങൾ എങ്ങനെ കഴിക്കേട്ടാ? കഴിക്കേട്ടാ. ഞാനിന്ന് ഇവന്റെ ലെൻസ് ഇല്ലാതാക്കിയപ്പോ ഇവര് വന്നിട്ട് ഇവന് ഭക്ഷണം കൊടുക്കുന്നു. പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ. എനിക്ക് മതിയായി. അമ്മേ, എടാ കിട്ടു, നിനക്കെന്താ കണ്ണ് കാണില്ലടാ? ആർക്കാടാ കണ്ണ് കാണാത്തത്? അമ്മേ, അമ്മേ രക്തം. നിർത്ത് ചേട്ടാ. എന്തിനാ അവനെ അടിക്കുന്നത്? അവൻ എന്നെ കമന്റ് ചെയ്ത് കേട്ടില്ലേ? ചേട്ടൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താ മിസ് ചേട്ടനെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനേ ഇങ്ങനെ തന്നെ ചെയ്യൂ. നീ എന്നെ തന്നെ അടിക്കുമല്ലേ? ഞാൻ എന്റെ അച്ഛനമ്മയോടും പറയും. എടാ പോടാ. എന്തിനാ ചേട്ടാ, എന്തിനാ എല്ലാരോടും വഴക്കിടുന്നേ? നീ പോയി നിന്റെ പണി നോക്കടാ, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഉണ്ണി, നാളെ മുതൽ ഫൈനൽ എക്സാം തുടങ്ങിയല്ലേ? നല്ല പോലെ പഠിക്കണം. പഠിക്കും അച്ഛാ. അനുവിനും കീർത്തിക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇന്ന് സ്കൂളിൽ കിട്ടിച്ചേട്ടൻ എന്താ ചെയ്തേന്നറിയോ അച്ഛാ? ഒന്നുമില്ല അച്ഛാ, ഞാനും ചേട്ടനും ഒരുമിച്ച് കളിക്കായിരുന്നു. അതാ അനു അച്ഛനോട് പറയാൻ വന്നേ. കളിക്കണം, അതേസമയം നല്ലപോലെ പഠിക്കാൻ വേണം, കേട്ടല്ലോ? ഓക്കെ അച്ഛാ. ഗുഡ്. ഫോണില് ചാർജ് തീർന്നു പോയല്ലോ. ഈ ചാർജർ എവിടെ വെച്ച്? അഖിലേട്ടന്റെ റൂമിൽ കാണും. എന്താ ഇവിടെ അഖിലിന്റെ മുറിയിലേക്ക് കയറി പോകുന്നേ? എടി നന്ദിനി, ഇന്ന് നിന്റെ കാര്യം പോക്കാണ്. ഇവൾ അഖിലിന്റെ റൂമിന്റെ മുന്നിൽ എന്ത് ചെയ്യാ? ആ റൂമിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ നോക്കുകയാണോ? അഖിലിന്റെ മുറിയിലേക്ക് പോവാണെന്ന് വിചാരിച്ചപ്പോ വേറെ എങ്ങോട്ടോ പോയല്ലോ. അല്ലെങ്കിൽ അഖിലിന്റെ മുറിയിൽ മോഷ്ടിക്കാൻ എന്തിരിക്കുന്നു? അവൻ കാർത്തികയ്ക്ക് പോലും ഒന്നും കൊടുത്തില്ല. നന്ദിനി എവിടെ പോയി? ഇത് പ്ലസ് ചെയ്ത് ഇതിൽ നിന്ന് മൈനസ് ചെയ്താ ഇതിന്റെ ആൻസർ കിട്ടും. എന്താ പവനെ, എന്താ അന്വേഷിക്കുന്നേ? അല്ല, നന്ദിനിയെ കണ്ടായിരുന്നു അമ്മേ? ഇല്ലല്ലോ, എന്താ? ഇവിടെ എവിടെയെങ്കിലും കാണും ചേച്ചി? ഇല്ല വസു, ഞാൻ കുറച്ചു നേരമായിട്ട് അവളെ നോക്കുക. അവള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഭാവനെ കാണാതെ പോവാനായിട്ട്. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അവള് റൂമിലില്ല ഏട്ടാ. ഫോണ് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. എന്താ ചേച്ചി, നന്ദിനിയെ കാണുന്നില്ലേ?
ഇപ്പോഴാ നന്ദിനി അഖിലിന്റെ മുറി കയറി പോകുന്നത് ഞാൻ കണ്ടത്. എടി മഹാഭാവി, അഖിലിനെ നന്ദിനെ ചേർത്ത് സംസാരിക്കുന്നു. നന്ദിനി എന്തിനാ അഖിലിന്റെ റൂമിൽ പോകുന്നത്? എന്താന്നറിയില്ല, നിങ്ങൾ തന്നെ ചെന്ന് നോക്ക്. നോക്ക്, കണ്ടില്ലേ? നേരത്തെ അഖിലിന്റെ റൂമിൽ കയറി പോയതാ, ഇപ്പോഴാ തിരിച്ചു വരുന്നത്. ഈ റൂമിൽ നീ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു നന്ദിനി? എന്റെ ഫോണിലെ ചാർജ് തീർന്നു പോയി ചേച്ചി. അഖിലേട്ട് എന്റെ ചാർജർ എടുക്കാൻ വന്നതാ. നീ ഫോൺ ചാർജ് ചെയ്യാൻ പോയതാണോ അതല്ല അഖിലിന്റെ കൂടെ?